ഹലോ, ഫ്ലിപ്കാർട്ടിൻ്റെ ബിഗ് ബില്യൺ ഡേയിൽ അടുത്തൊരു ബെസ്റ്റ് ഡീലായിട്ട് തോന്നിയ മറ്റൊരു ഫോൺ എന്ന് പറഞ്ഞാൽ സാംസങ്ങിൻ്റെ ഗാലക്സി S23 FE എന്ന മോഡലാണ്. ഇതിൻ്റെ ഇപ്പോഴത്തെ ഒരു ആക്ച്വൽ ആയിട്ടുള്ള പ്രൈസ് എന്ന് പറഞ്ഞാൽ 37,999 ആയിട്ടാണ് ഇപ്പം സെയിൽ ചെയ്യുന്നത്. ബട്ട് ബിഗ് ബില്യൺ ഡേയുടെ എല്ലാ ഓഫേഴ്സും എക്സ്ചേഞ്ച് ഓഫറും അതുപോലെ തന്നെ ബാങ്ക് ഓഫറൊക്കെ തന്നെ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 27,999 ആയിട്ടാണ് വരുന്നത്. അതായത് ഫ്ലാറ്റായിട്ട് 10,000 റുപ്പീസിന് അടുത്തോളം പ്രൈസ് ഡ്രോപ്പ് ഈ പറയുന്ന ഫോണിന് വരുന്നുണ്ട്. ഈ ഒരു ഫോൺ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ എക്സ്പീരിയൻസ് കിട്ടും. അതായത് സാംസങ്ങിൻ്റെ ഫ്ലാഗ്ഷിപ്പ് S23 S24 ഒക്കെ വരുന്ന ആ രീതിയിലുള്ള ഗാലക്സിയുടെ AI ഫീച്ചേഴ്സും അങ്ങനെ ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും ഈ ഒരു ഫോണിന് വരുന്നുണ്ട്. ഡിസൈൻ വൈസ് ആണെങ്കിൽ തന്നെ S23 S24 ആ ഒരു ഓൾമോസ്റ്റ് ആ ഒരു സെയിം ഡിസൈൻ തന്നെയാണ് ഇതിനും വരുന്നത്. കാണാൻ ഓൾമോസ്റ്റ് അത് തന്നെയാണ്, ബട്ട് ഇതിന് ഗ്ലോസി ഫിനിഷാണ്. പിന്നെ ക്യാമറയുടെ ലെൻസിനൊക്കെ ചെറിയ സൈസ് കുറവും അത് മാത്രമേ ഉള്ളൂ. ബട്ട് ആക്ച്വലി ഒരാൾ കണ്ടു കഴിഞ്ഞാൽ ഇതിലേത് ഫോണാണെന്ന് പറയാനൊന്നും പറ്റില്ല. കാരണം ഓൾമോസ്റ്റ് ആ ഒരു S24 തന്നെ സെയിം ഡിസൈൻ തന്നെയാണ് ഇതിനും കൊടുത്തിട്ടുള്ളത്. ദെൻ ഡിസ്പ്ലേ ആണെങ്കിൽ തന്നെ 6.4 ഇഞ്ച് വരുന്ന വലിയൊരു നോർമലി S23 4 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വലിയ ഡിസ്പ്ലേ ആണ്. കാരണം S23 6.1 24 6.2 ഇഞ്ച് മാത്രമേ വരുന്നുള്ളൂ. ഇതിലേക്കാണ് 6.4 ഇഞ്ചും ആ ഒരു ക്വാളിറ്റി ഡിസ്പ്ലേ തന്നെയാണ് ഇതിനും വരുന്നത്. ഡിഫറൻസ് ഒന്നും വരുന്നില്ല. പിന്നീട് ഫിംഗർ പ്രിൻ്റ് ആണെങ്കിൽ മറ്റ് ഫ്ലാഗ്ഷിപ്പ് S24 ആണെങ്കിൽ അൾട്രാസോണിക് ആണ് വരുന്നത്. ഇതിന് നോർമലായിട്ടുള്ള ഒപ്റ്റിക്കലായിട്ടുള്ള ഫിംഗർ പ്രിൻ്റ് സ്കാനറാണ് വരുന്നത്. അത് മാത്രമേ ഡിഫറൻസ് ആയിട്ട് പറയാനുള്ളൂ. ബാക്കിയെല്ലാം തന്നെ സെയിം ആണ്. പിന്നെ ബെസൽ നോർമലി ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ എന്നൊക്കെ പറയുമ്പോൾ ബെസലൊക്കെ കുറവായിരിക്കും, പക്ഷേ ഇതിന് അത്യാവശ്യം ബെസലൊക്കെ വരുന്നുണ്ട്. നോർമൽ ഒരു ബഡ്ജറ്റ് ലെവലെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. ഒരു 10-30,000 രൂപയുടെ ഒക്കെ ഒരു ഫോണിൽ വരുന്ന രീതിയിലുള്ള ബെസൽ ഇതിന് വരുന്നുണ്ട്. അത് മാത്രമാണ് ഡിസൈൻ കാര്യത്തിലൊരു പോരായ്മയായിട്ട് പറയാനുള്ളത്. ബാക്കിയൊക്കെ തന്നെ പക്ക പെർഫെക്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് ഫോൺ തന്നെയാണ്. പിന്നെ പെർഫോമൻസ് ആണെങ്കിൽ എക്സിനോസിൻ്റെ 2200 എന്ന പ്രോസറാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ചിപ്സെറ്റ് തന്നെയാണ്. കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും പറയാനില്ല. സ്മൂത്തായിട്ട് നിങ്ങൾ ഗെയിം കാര്യങ്ങളൊക്കെ തന്നെ കളിക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ക്യാമറ ആണെങ്കിൽ 15 MB ക്യാമറ ഒക്കെ തന്നെ വരുന്നുണ്ട്. 8K 24 FPS ഉള്ള വീഡിയോസ് ഇതൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത്ര വലിയ ഐഫോണിൽ പോലും ഇതൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പം ഇത് കിട്ടുന്നത് 28,000 രൂപയുടെ ഈ ഒരു ഫോണിന് ആ കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. സോ ബെറ്റർ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലുള്ള നല്ല ക്യാമറ ഇതിന് വരുന്നതായിരിക്കും. 10 MB സെൽഫി ക്യാമറ. മെഗാ പിക്സൽ നോക്കണ്ട, ക്യാമറ വേറെ ലെവൽ തന്നെയാണ്. സോ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ സാംസങ്ങിൻ്റെ ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ കിട്ടുന്ന ക്യാമറ എങ്ങനെയാണോ ഓൾമോസ്റ്റ് ആ ഒരു ക്വാളിറ്റി ഇതിന് കിട്ടുന്നതായിരിക്കും, വലിയ കുഴപ്പമൊന്നുമില്ലാതെ. അപ്പം നല്ല ക്യാമറ വരുന്നുണ്ട്, നല്ല പെർഫോമൻസ് വരുന്നുണ്ട്. ബാറ്ററി ആണെങ്കിൽ തന്നെ 4500 mAh ബാറ്ററിയാണ് വരുന്നത്. 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഒക്കെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബോക്സിനകത്ത് ചാർജറും കാര്യങ്ങളൊന്നും വരില്ല. 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് വരുന്നുണ്ട്. IP68 വാട്ടർ റേറ്റിംഗ് വരുന്നുണ്ട്. അങ്ങനെ ഓൾമോസ്റ്റ് ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ ഈ ഒരു ഫോണിന് വരുന്നുണ്ട്. പ്ലസ് സാംസങ്ങിൻ്റെ ഗാലക്സി AI ഫീച്ചേഴ്സും വരുന്നുണ്ട്. അപ്പം 28,000 രൂപ അല്ലെങ്കിൽ 30,000 രൂപയ്ക്ക് താഴെ ഒരു ബെസ്റ്റ് ഡീൽ തന്നെയാണ് S23 FE എന്ന് പറഞ്ഞത്. ഇതിപ്പോൾ റീസെൻ്റായിട്ട് അങ്ങനെ ഒരുപാട് പഴയതുമല്ല, കുറച്ചും കൂടെ അടുത്ത് ലോഞ്ച് ചെയ്ത പുതിയൊരു ഫോൺ തന്നെയാണ്. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോൺ തന്നെയാണ്. ഇപ്പോൾ 1 UI ഇപ്പോൾ ബഡ്ജറ്റ് റേഞ്ചിലുള്ള സാംസങ് ഫോൺ പോലെയല്ല, ഫ്ലാഗ്ഷിപ്പ് ലെവലിലേക്ക് വരുമ്പോൾ നല്ല രീതിയിലുള്ള സ്മൂത്ത് ആയിട്ടുള്ള ഫോണാണ്. സോ ആ രീതിയിലുള്ള പെർഫോമൻസ് നിങ്ങൾക്ക് ഇന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഒരു ബെസ്റ്റായിട്ട് ഡീലാണ്. 28,000 രൂപയ്ക്ക് ഒരു ബഡ്ജറ്റ് ഫ്ലാഗ്ഷിപ്പ് ലെവലുള്ള ഫോൺ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം എന്തുകൊണ്ടും വാങ്ങാൻ പറ്റിയ നല്ല ബെസ്റ്റായിട്ടുള്ള ഡീൽ തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. കാരണം S23 FE എങ്ങനെയുണ്ട് എന്ന് ഒരുപാട് പേര് ചോദിച്ചു. സോ ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞത്. അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.